ഇന്ന് നമ്മൾ കോട്ടയം പോവാണ്. അരീക്കോട് നിന്ന്. ഇതാണ് നമ്മളെ വണ്ടി. ഇതിലാണ് ഡീസലൊക്കെ ഫുൾ ടാങ്കാക്കി നമ്മൾ മഞ്ചേരി, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, ഷൊർണൂർ, അങ്ങനെ തൃശ്ശൂർ വഴിയാണ് ഇന്ന് പോണത്. സാധാരണ പോലെ ഞാൻ പോലെ മറ്റേ അപ്പുറത്ത് കൂടെയാണ് പോലെ, പൊന്നാനി ആയിക്കൂടെയാണ് പോലെ, അല്ലെങ്കിൽ തൃശ്ശൂർ ചാവക്കാട് ആ വഴി കൂടെയാണ് പോലെ. കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വാടക എത്ര വണ്ടിക്ക്, വണ്ടി കൂടെ ഓടൽ, വാടക എത്ര വരുന്ന, കിലോമീറ്ററിന് എത്ര, എങ്ങനെയാണ്, സാധനം എന്താ കൊണ്ടുവരുന്നത് ചോദിച്ചു. നമ്മളെല്ലാ സാധനവും കൊണ്ടുപോകും. നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താണ്. ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് ആയിട്ട് അറിയാം. മഞ്ചേരിയിൽ നിന്ന് അങ്ങനെ പാണ്ടിക്കാട് റോഡ് തിരിയാണ് നമ്മൾ. തിരിഞ്ഞ് നേരെ പാണ്ടിക്കാട് നിന്ന് വലത്തോട്ട് പോയി പെരിന്തൽമണ്ണ കൂടെ അങ്ങനെ ഇപ്പോൾ നമ്മൾ പയ്യനാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പാണ്ടിക്കാട്, ഷൊർണൂർ, അങ്ങനെ നമ്മൾ പട്ടിക്കാട് റെയിൽവേ ക്രോസ് കിടക്കണം. പട്ടിക്കാട് പെരിന്തൽമണ്ണ പുലാമന്തോളിന് പട്ടാമ്പി റോഡ്. ഹലോ, ഇതാണ് പട്ടാമ്പിയിൽ നിന്ന് നേരെ ലെഫ്റ്റ് കയറുക. പട്ടാമ്പിയിൽ നിന്ന് ലെഫ്റ്റ് കയറുമ്പോൾ എൻ്റെ ഷൊർണൂരെത്തും. ഷൊർണൂരിന് നേരെ ഇങ്ങനെ പോവാനാണ്. റോഡൊക്കെ കുറേ പണിഞ്ഞും തീരാണ്ട്, ഇവിടെ തീരാണ്ട്, ഇനി കുറേ തീരാണ്ട് റോഡ് പണിച്ചു. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉപ്പാൻ്റെ ഒപ്പമാണ് പോണത്. ഇപ്പം അപ്പം എന്നോട് ചങ്ങായിമാർക്ക് ചോദിച്ചു, ഞങ്ങൾക്ക് ഉപ്പാൻ്റെ ഒപ്പം പോകുമ്പോൾ ചടുപ്പില്ലേ, എന്തിനാ ഉപ്പാൻ്റെ ഒപ്പം എല്ലാം കൊടുത്തേക്ക് പോകണമെന്ന് ചോദിച്ചു. എനിക്ക് ഇതുവരെ അങ്ങനെ ചടുപ്പ് തോന്നിയില്ല. കാരണം ഞാനൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത് ഇപ്പോൾ ഡ്രൈവറായിട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഉപ്പാൻ്റെ ഒപ്പം ഓരോ സ്ഥലത്തേക്ക് പോകും. ഇപ്പോഴും അതിനൊരു കുറവുമില്ല, ഞങ്ങളങ്ങനെ പോകും. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിലെ ആൾക്കാരെ നമ്മൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഇഞ്ഞും എത്താണ്ട് കോട്ടയം. നമ്മളെ സൊസൈറ്റിയിൽ പിന്നെ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാലൊരു വേറെ കാണലാണല്ലോ, 2 നമ്പർ പണിയാണല്ലോ. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ചോദിക്കുന്നത് നമുക്ക് ചടപ്പില്ലേ വണ്ടി പോകാൻ. അങ്ങനെ നമ്മൾ ഷൊർണൂർ ഈ സൈഡിൽ കാണുന്ന പാലതാ, ഇതെങ്ങനെ പൊട്ടിയെന്ന് ആർക്കെങ്കിലും അറിയും? ഇത് ഫുള്ള് പൊട്ടി ചാടിയാണ് പോയേക്ക്. എങ്ങനെ പൊട്ടിയെന്ന് തന്നെ, അപകടം നടന്നതാണോ, വണ്ടിക്ക് പാടെ പോയേക്ക് വീണോന്നോ ഒന്നും അറിയില്ല. കുറേ നല്ല പൊട്ടൽ പൊട്ടി വെള്ളത്തിലെത്തിയാണ് കുറേ. അപ്പോൾ ഇത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഇങ്ങനെ പൊട്ടി. വടക്കാഞ്ചേരി ഇനിയും പോകേണ്ട ഒരു 126 കിലോമീറ്റർ. അതാണ് വടക്കാഞ്ചേരി. ഇനി നമുക്ക് 125 കിലോമീറ്റർ പോകണ്ട. 4 മണിക്കൂറും 20 മിനിറ്റും.
തൃശ്ശൂർ ജില്ലയ്ക്ക് കയറിയിട്ടുണ്ട്. വിയ്യൂർ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ടൗണിൽ എറണാകുളം പാലക്കാട് റോഡ് കയറി. അത് പാലക്കാടല്ലേ? മണ്ണുത്തി പാലക്കാട് റോഡ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കയറാൻ പോവാണ് എറണാകുളം റോഡ്. ഞാൻ നേരെ പോലും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ പോരാണ്. വേണം അല്ലല്ല അപ്പൊ തറ അങ്ങനെ നമ്മള് തൃശ്ശൂർ പാലിയേക്കര ടോളിൻ്റെ റോഡിന് ഹൈവേക്കട് കയറുക. ഹൈവേക്കട് കയറുകയാണ്. പ്രശസ്തമായ ടോൾ പിരിവ് കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. പാലിയേക്കര ബ്ലോക്ക് പിന്നെ സ്ഥിരം ഉണ്ടാകണ ബ്ലോക്ക്. എന്തൊരു നിലക്ക് പോണ ലക്ഷണമല്ല. അങ്ങനെ പാലിയേക്കര കൊടുത്ത് ടോള് കൊടുത്ത് 200 റുപ്യ വൺ സൈഡ്. ഫാസ്റ്റാഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു ബോട്ട് തോണിയിൽ വണ്ടിയിൽ. ഞാൻ അടുത്ത വരുന്ന ചാലക്കുടി അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ റോഡായിരിക്കും. ഇതിപ്പോൾ 200 റുപ്യ വൺ സൈഡ്. ഇത് ഫാസ്റ്റ് ഗൂഗിൾ പേ ചെയ്തുകൊണ്ട്. ഗൂഗിൾ പേ ചെയ്തില്ലെങ്കിൽ എത്ര വരിക? ആരോടൊന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനത്തെ നമ്മളിങ്ങനെ പോവാ തന്നെ. വീണ്ടും ബ്ലോക്ക്. കുറേ നേരമായിട്ട് ബ്ലോക്കാണ്. ചാലക്കുടി നല്ല ബ്ലോക്ക്. എന്താ അറിയില്ല. ചാലക്കുടി വരുന്നതൊക്കെ ശ്രദ്ധിക്കുക. ചാലക്കുടി നല്ല ബ്ലോക്കാണ്. ഇപ്പോഴും നല്ല ബ്ലോക്ക് തന്നെയാണ്. ചാലക്കുടി അങ്ങനെ നീണ്ട മണിക്കൂറിൻ്റെ ബ്ലോക്കിന് ശേഷം നമ്മളിങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ട് എലഫൻറ്റ്. 4-5 മണിയായി. ഇനി ചായ അടിച്ചാൽ വേണ്ടി നിർത്തിയാണ്. ചാലക്കുടി കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കണം. ഇനി കുറേ പോകാണ്ട്. കോട്ടയം പെരും ബ്ലോക്കാണ്. ചാലക്കുടി റോഡിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുക. പെരും ബ്ലോക്കാണ്. ആംബുലൻസ് അതിൻ്റെ ഇടയിൽ കുടുങ്ങി. അങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഗായ്സ് അങ്ങനെ നമ്മൾ അങ്കമാലിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനും മഴ പെയ്ത്. അപ്പോൾ കുറേ മഴ ഇങ്ങനെ മൂടിക്കണേ, കിട്ടിയില്ല ഇതുവരെ. അങ്ങനെ നമ്മൾ അങ്കമാലി സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങനെ അങ്കമാലി ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പെരുമ്പാവൂർ റോഡിന് മൂവാറ്റുപുഴ എത്തിയിട്ട് കൂത്താട്ടുകുളം പറഞ്ഞ സ്ഥലം അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ബാക്കി. അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്കമാലി എത്തി. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പെരുമ്പാവൂർ റോഡ് കയറിയിട്ട് മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് കൂത്താട്ടുകുളം പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് പിന്നെയും കുറച്ചുകൂടി പോകാണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ അങ്കമാലി കഴിഞ്ഞിങ്ങനെ എയർപോർട്ട് റോഡും കഴിഞ്ഞ്
അങ്ങനെ മുന്നോട്ട് പോകണം. മൂവാറ്റുപുഴ എത്തിയിട്ട് തിരിയാണ്ട്. അപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് ലൊക്കേഷൻ ഇട്ടേക്ക് നേരെ പോകാനുള്ളൂ. എന്നാലും നമ്മളങ്ങനെ മറ്റൂരെത്തി. മറ്റൂർ അപ്പോൾ നല്ല കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ ഇങ്ങനെ കിട്ടി. കുറേ മഴ ഇങ്ങനെ മൂടി പൊളിച്ച് കഴിച്ചു. പെരുമ്പാവൂർ അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ ഇവിടുന്ന് 1 മണിക്കൂറും 14 മിനിറ്റ് 40 കിലോമീറ്റർ പോകാനുണ്ട്. കോട്ടയം പാല. ഇതിലെങ്ങനെ പോവാം? ഇതിലെങ്ങനെ പോവാം? മൂവാറ്റുപുഴയുടെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്ന കോട്ടയം റോഡിനാ? കോട്ടയം അങ്ങോട്ട് വലത്തോട്ടേക്ക്. അങ്ങനെ അപ്പോൾ പിറവം പറ സ്ഥലത്തെത്തി. നമ്മൾ ഇനിയും ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ പോകാണ്ട് ഇറക്കാൻ. അങ്ങനെ നമ്മൾ പോയോണ്ട് പിന്നെ അനഞ്ഞുകൊണ്ട് 7 കിലോമീറ്റർ പോകാൻ. 7:45 എത്തുള്ളൂ. 8 മണിയാവും. വൈക്കം റോഡ്. വൈക്കം പാലങ്ങട്ട് ഇടത്തോട്ടേക്ക് നേരെ വൈക്കം. അങ്ങനെ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോട്ടയത്തോടെ കുറച്ച് ഉള്ളോട്ടൊരു മലയോര മേഖലയാണ്. ഇവിടുന്ന് കുറച്ച് വീട്ടു സാധനം കയറ്റി പോയത് നമ്മളെ വണ്ടിക്ക്. അപ്പോൾ സാധനം ഇറക്കി കഴിയാനായി. ഇനി കുറച്ചുകൂടി ഉള്ളു. കഴിഞ്ഞ് നേരെ നാട്ടിൽ ഒരു 6 മണിക്കൂർ റൺ ചെയ്യാണ്ട്. അപ്പോൾ തിരിച്ചിട്ട് പോണ വീഡിയോ വേറെ വീഡിയോ കിട്ടാം.